ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ്ങിൻ്റെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരുമല ആശുപത്രിയിൽ ക്ലിനിക്കൽ റേഡിയോളജി വിഭാഗം വിപുലീകരിച്ചു. ഉന്നത നിലവാരമുള്ള അൾട്രാസൗണ്ട് ഉപകരണത്തിൻ്റെയും വിപുലീകരിച്ച റേഡിയോളജി വിഭാഗത്തിൻ്റെയും കൂദാശ ആശുപത്രി ചാപ്ലിൻ ഫാദർ ജിജു വർഗീസ് നിർവഹിച്ചു. റേഡിയോളജി വിഭാഗം കൺസൾട്ടന്റുമാരായ ഡോക്ടർ ആദിത്യ ദാസ്, ഡോക്ടർ ലിനു ഉമ്മൻ വർഗീസ്, ഡോക്ടർ സൂസന്ന ജോസ്, ഡോക്ടർ വരുൺ കെ വർഗീസ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. വിപുലീകരിച്ച റേഡിയോളജി വിഭാഗം ഇനി മുതൽ ഉന്നത നിലവാരമുള്ള അൾട്രാസൗണ്ട്, എക്സ്റേ, ഡെക്സാ സ്കാൻ തുടങ്ങിയ ആധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത്. ലോക റേഡിയോഗ്രഫി ദിനത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച പുതിയ ഫാറ്റി ലിവർ ക്ലിനിക്കിൻ്റെ പ്രവർത്തനവും പരുമല ക്ലിനിക്കൽ റേഡിയോളജി വിഭാഗത്തിൽ ആരംഭിച്ചു. മലയാളത്തിൻ്റെ ഭാവഗായകൻ പി ജയചന്ദ്രൻ്റെ വേർപാടിൽ പരിശുദ്ധ കാതോലിക്ക ബാവ അനുശോചിച്ചു. നഷ്ടമായത് മലയാളത്തിൻ്റെ ശബ്ദ സൗകുമാര്യം. ജയചന്ദ്രൻ്റെ ശബ്ദ സൗകുമാര്യം അലയടിച്ചെത്തിയത് മലയാളിയുടെ ഹൃദയത്തിലേക്കാണ്. സംഗീതത്തെ നെഞ്ചോട് ചേർത്ത മലയാളികൾ ആ ഭാവഗായകന് ഹൃദയത്തിൽ ഇടം നൽകി. സംഗീത ആസ്വാദകരുടെ കാതിൽ മുഴങ്ങുന്ന ആ ശബ്ദം ഇനി സ്വർഗീയ സന്നിധിയിൽ ജഗദീശ്വരന് ഇമ്പമേകട്ടെയെന്നും പരിശുദ്ധ കാതോലിക്ക ബാവ അനുശോചന സന്ദേശത്തിൽ അറിയിച്ചു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കാതോലിക്കേറ്റ് ആൻഡ് MD സ്കൂൾസിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വെണ്ണിക്കുളം MD-LP സ്കൂളിൽ പുതുതായി വാങ്ങിയ സ്കൂൾ ബസിൻ്റെ കൂദാശകർമ്മം കോർപ്പറേറ്റ് ആൻഡ് MD സ്കൂൾ മാനേജർ അഭിയോന്യ ഡോക്ടർ ഗബ്രിയൽ മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത നിർവഹിച്ചു. പുതുപ്പള്ളി പാറേട്ട് ഹോസ്പിറ്റലിൽ ഓട്ടോ ഡ്രൈവർമാർക്കുള്ള അടിസ്ഥാന ലൈഫ് സപ്പോർട്ട് പരിശീലന പരിപാടി നടത്തപ്പെട്ടു. പുതുപ്പള്ളി പ്രദേശത്തെ 20-ലധികം ഓട്ടോ ഡ്രൈവർമാരാണ് പരിശീലന പരിപാടിയിൽ രജിസ്റ്റർ ചെയ്തത്. പാറേട്ട് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഓർത്തോപീഡീഷ്യൻ ഡോക്ടർ ജിയോ സെബാസ്റ്റ്യൻ, കൺസൾട്ടന്റ് എമർജൻസി മെഡിസിൻ ഡോക്ടർ ബിന്ദു എബ്രഹാം എന്നിവർ ചേർന്നാണ് പരിപാടിക്ക് നേതൃത്വം നൽകിയത്. കോട്ടയം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ശ്രീ റോഷൻ സാമുവൽ ഉദ്ഘാടനം ചെയ്തു. ഫാദർ സക്കറിയ പെരിയോർമറ്റം അധ്യക്ഷത വഹിച്ചു. നൈനാൻ കുര്യൻ, അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ CP ജോയ്, CMO, പുതുപ്പള്ളി പഞ്ചായത്ത് അംഗം ജിനു പോൾ എന്നിവർ സംസാരിച്ചു. പാറേട്ട് ഹോസ്പിറ്റലിലെ അഡ്വൈസർ ജോൺ പുന്നൂസ് പങ്കാളിത്ത സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. പങ്കെടുത്ത ഓട്ടോ ഡ്രൈവർമാരുടെ ആരോഗ്യ പരിശോധന ക്യാമ്പും നടത്തപ്പെട്ടു. കാതോലിക്കേറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഏർപ്പെടുത്തിയ പുത്തൻകാവിൽ മാർ പീലക്സീനോസ് പ്രഥമ പുരസ്കാരം ദയാബായിക്ക് കാതോലിക്കേറ്റ് ആൻഡ് MD സ്കൂൾ മാനേജർ അഭിയോന്യ ഡോക്ടർ ഗബ്രിയൽ മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത സമർപ്പിച്ചു. ഡോക്ടർ ടെസ്സി തോമസ്, ഡോക്ടർ പ്രമീള ദേവി തുടങ്ങിയവർ സംബന്ധിച്ചു. ആദിവാസി മേഖലയിലെ പ്രവർത്തനങ്ങൾ, പരിസ്ഥിതി സംരക്ഷണത്തിനു വേണ്ടി നടത്തിയ പോരാട്ടങ്ങൾ എന്നിവ കണക്കിലെടുത്താണ് ദയാബായിക്ക് പുരസ്കാരം നൽകിയത്. സ്ത്രീ ശാക്തീകരണം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ സ്ത്രീ പങ്കാളിത്തം എന്ന വിഷയത്തിൽ ഇന്ത്യയുടെ മിസൈൽ വുമൺ ഡോക്ടർ ടെസ്സി തോമസ്, സാമൂഹ്യ മാറ്റത്തിൽ സ്ത്രീകളുടെ സ്വാധീനം എന്ന വിഷയത്തിൽ പ്രശസ്ത സാമൂഹിക പ്രവർത്തക ദയാബായി, രാഷ്ട്രീയത്തിൽ സ്ത്രീകളുടെ സ്വാധീനം എന്ന വിഷയത്തിൽ നിർഭയ സ്റ്റേറ്റ് കോർഡിനേറ്റർ ശ്രീല മേനോൻ എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. കുട്ടികളുമായി സംവാദവും ഉണ്ടായിരുന്നു. വനിതാ കമ്മീഷൻ മുൻ അംഗം ഡോക്ടർ J. പ്രമീള ദേവി മോഡറേറ്റർ ആയിരുന്നു. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ് അവതരിപ്പിച്ച സമകാലികം സഭാജീവിത യാത്രയിലെ കാഴ്ചപ്പാടുകളും നിലപാടുകളും എന്ന വിഷയത്തെ ആസ്പദമാക്കി മലങ്കര സഭയുടെ അഭിയോന്യ എബ്രഹാം മാർ സെറാഫിം മെത്രാപ്പൊലീത്തയുമായി ഫാദർ ഡോക്ടർ ഫിലിക്സ് യോഹന്നാൻ തട്ടാശ്ശേരിയിൽ നടത്തിയ അഭിമുഖത്തിൻ്റെ 3-ാം ഭാഗം ജനുവരി 12 വൈകുന്നേരം ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ് യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും സംപ്രേഷണം ചെയ്തു. മലങ്കര സഭയിലെ ഭദ്രാസനങ്ങളും ദേറാ പ്രസ്ഥാനങ്ങളും സ്വയം പര്യാപ്തത കൈവരിക്കേണ്ടതിൻ്റെ ആവശ്യകതയും സഭയിലെ വിശ്വാസി സമൂഹത്തിന് അഭിയോന്യ പിതാക്കന്മാരും പ്രസ്ഥാനങ്ങളും നൽകുന്ന സംഭാവനകളെക്കുറിച്ചും അഭിയോന്യ പിതാവ് വ്യക്തമായ വിശദീകരണങ്ങൾ നൽകി. മാവേലിക്കര പടിയോല സ്മൃതി നടത്തപ്പെട്ടു. മാവേലിക്കര പുതിയകാവ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ പരിശുദ്ധ അഹത്തുള്ള ബാവായുടെ ഓർമ്മപ്പെരുന്നാളിൻ്റെ ഭാഗമായി നടത്തിയ മാവേലിക്കര പടിയോല സ്മൃതി വേറിട്ട സംഗമമായി. മാവേലിക്കര പടിയോല ചിത്രങ്ങളുടെ അനാച്ഛാദനവും മാവേലിക്കരയും പടിയോലയും എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനവും മാതൃദേവാലയ സംഗമവും ചടങ്ങിൻ്റെ ഭാഗമായി നടന്നു.
പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ അധ്യക്ഷനായിരുന്ന യോഗം ശ്രീ അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ തമ്പുരാൻ ഉദ്ഘാടനം ചെയ്തു. മാവേലിക്കര പടിയോല മലങ്കര സഭയുടെ സ്വാതന്ത്ര്യ പോരാട്ടത്തിന്റെ മുഖമുദ്രയാണെന്ന് പരിശുദ്ധ കാതോലിക്ക ബാവ പറഞ്ഞു. രമേശ് ചെന്നിത്തല MLA പുസ്തക പ്രകാശനവും ചിത്രങ്ങളുടെ അനാച്ഛാദനവും നിർവഹിച്ചു. കൂനംകുരിശു സത്യം ഒന്നാം സ്വാതന്ത്ര്യ സമരമാണെങ്കിൽ മാവേലിക്കര പടിയോല രണ്ടാം സ്വാതന്ത്ര്യ സമരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഡോക്ടർ KL മാത്യു വൈദ്യൻ കോറപ്പിസ്കോപ്പ പുസ്തക വിവരണം നൽകി. ഡോക്ടർ M കുര്യൻ തോമസ് പടിയോല ചിത്രങ്ങളുടെ വിശദീകരണവും പടിയോല ചിത്രം വരച്ച ജിജുലാൽ, പുസ്തകം എഴുതിയ ഡോക്ടർ M കുര്യൻ തോമസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വൈദിക സെമിനാരി പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോൺ തോമസ് കരിങ്ങാട്ടിൽ, സഭ അൽമായ ട്രസ്റ്റി റോണി വർഗീസ് എബ്രഹാം, ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോൺ സീപ്പൻ, സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം, ഭദ്രാസന കൗൺസിൽ അംഗങ്ങൾ, കത്തീഡ്രൽ വികാരി ഫാദർ അജി കെ തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഇടുക്കി സെന്റ് മേരീസ് പള്ളിയിലെ വിശ്വാസികളെ മലങ്കര സഭ വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് അമയിൽ സന്ദർശിച്ചു. 22 വർഷങ്ങൾക്ക് ശേഷം ഒരു സഭാസ്ഥാനി പള്ളി സന്ദർശിക്കുന്നത് ആദ്യമാണ്. 22 വർഷമായി പൂട്ടിക്കിടക്കുന്ന ഇടുക്കി സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയും അച്ഛൻ നേരിൽ കാണുകയും വിശ്വാസികളെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. ചാപ്പലിൽ കാത്തുനിന്ന വിശ്വാസികളോടൊത്ത് ഇടുക്കി പള്ളി ഇടവക വികാരി ഫാദർ എൽദോ ജോൺ കടുകുമാക്കലും പള്ളി ഭരണസമിതി അംഗങ്ങളും ചേർന്ന് വൈദിക ട്രസ്റ്റിയെ സ്വീകരിച്ചു. അഖില മലങ്കര ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം കേന്ദ്ര കലാമേള ജ്വാല 2025 പത്തിച്ചിറ സെന്റ് ജോൺസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ മാർ പക്കോമിയോസ് നഗറിൽ മാവേലിക്കര ഭദ്രാസന മെത്രാപ്പോലീത്ത അഭിവന്യ എബ്രഹാം മാർ എപ്പിഫാനിയോസ് തിരുമേനി ഉദ്ഘാടനം ചെയ്തു. യുവജന പ്രസ്ഥാനം കേന്ദ്ര വൈസ് പ്രസിഡന്റ് ഫാദർ ഷിജി കോശി അധ്യക്ഷത വഹിച്ചു. യുവജന പ്രസ്ഥാനം കേന്ദ്ര കലാമേളയിൽ 1000-ൽ പരം പ്രതിഭകൾ വിവിധ കലകളുടെ വൈവിധ്യങ്ങൾ കൊണ്ട് മാറ്റുരച്ചു. റഷ്യൻ കൂലിപ്പട്ടാളത്തിലകപ്പെട്ട മലയാളി യുവാക്കളിൽ ഒരാൾ മരണപ്പെട്ടു. കുട്ടനെല്ലൂർ സ്വദേശി ബിനിൽ ബാവു ആണ് മരിച്ചത്. ഇന്ത്യൻ എംബസി യുവാവിൻ്റെ മരണം സ്ഥിരീകരിച്ചു. ഉക്രൈൻ്റെ ഷെല്ലാക്രമണത്തിൽ ബിനിലിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷനും പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പൊലീത്തയുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമേനി തൃശൂർ സ്വദേശികൾ റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ അകപ്പെട്ട സംഭവത്തിൽ ഇടപെടുകയും ബിനിലിൻ്റെയും ജെയിൻ്റെയും മോചന വിഷയം റഷ്യൻ അംബാസിഡറിനെ നേരിട്ട് കണ്ട് ബോധിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ റഷ്യൻ എംബസി ഇടപെടുകയും യുവാക്കളുടെ പാസ്പോർട്ട് വിവരങ്ങൾ ഉൾപ്പെടെ രേഖകൾ ആവശ്യപ്പെട്ടത് കൈമാറുകയും റഷ്യൻ കൂലിപ്പട്ടാളത്തിലകപ്പെട്ട യുവാക്കളെ നാട്ടിൽ തിരികെ എത്തിക്കുവാനുള്ള ശ്രമത്തിനിടയിലാണ് ബിനിൽ മരണപ്പെട്ട വിവരം സ്ഥിരീകരിക്കുന്നത്. പ്രിയ സഹോദരൻ്റെ വേർപാടിൽ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിംഗ് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു. അഖില മലങ്കര പ്രാർത്ഥനായോഗം നോർത്ത് സെൻട്രൽ സോണിൻ്റെ വാർഷിക പ്രതിനിധി സമ്മേളനം കണ്ടനാട് വെസ്റ്റിലെ പെരുമ്പടവം സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ വെച്ച് നടത്തപ്പെട്ടു. വിവിധ ഇടവകളിൽ നിന്നായി 200-ലധികം ആളുകൾ സംബന്ധിച്ചു. അഭിവന്യ മാത്യൂസ് മാർ തെവദോസിയോസ് മെത്രാപ്പൊലീത്ത അധ്യക്ഷത വഹിച്ച യോഗം അഭിവന്യ സക്കറിയ മാർ സേവേറിയൂസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. ഫാദർ ഗീവർഗീസ് ബേബി വേദപഠന ക്ലാസ് നടത്തി. വേദപുസ്തക പരിചയം, ബൈബിൾ ക്വിസ് എന്നിവയ്ക്ക് മത്സരങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. വിജയികളായ 100-ലധികം പേർക്ക് സമ്മാനങ്ങൾ നൽകി. യോഗത്തിൽ വെരി റവറൻ പോത്താറിയിൽ PU കുര്യാക്കോസ് കോറപ്പിസ്കോപ്പ, വെരി റവറൻ സക്കറിയ P ചാക്കോ കോറപ്പിസ്കോപ്പ, വെരി റവറൻ ജോണി ജോർജ് കോറപ്പിസ്കോപ്പ, റവറൻ ഫാദർ കുര്യാക്കോസ് തണ്ണിക്കോട്ട്, റവറൻ ഫാദർ TV ആൻഡ്രൂസ്, റവറൻ ഫാദർ VM പൗലോസ്, റവറൻ ഫാദർ KT ഏലിയാസ്, റവറൻ ഫാദർ തോമസ് പൊന്നാങ്കുഴി, റവറൻ ഫാദർ ടിജോ കുര്യാക്കോസ് എന്നിവരെയും ജെ ഇലഞ്ഞി പുരസ്കാരം നേടിയ സക്കറിയ പെരുമ്പടവത്തെയും ആദരിച്ചു. മലങ്കര സഭാ കേസ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിലപാടിനെ സ്വാഗതം ചെയ്ത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ. മലങ്കര സഭാ തർക്കത്തിലെ മുൻകാല വിധികളിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ലെന്ന ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിരീക്ഷണത്തെ സ്വാഗതം ചെയ്ത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ. മലങ്കര സഭയുടെ പള്ളികളിലെ വിശ്വാസികളുടെയും എതിർകക്ഷികളുടെയും എണ്ണം എടുക്കുന്നത് മുൻ ഉത്തരവുകളിൽ മാറ്റം വരുത്തുന്നതിനല്ലെന്ന സുപ്രീം കോടതി നിരീക്ഷണത്തെ സ്വാഗതം ചെയ്യുന്നു. ഇത്തരം കണക്കുകൾ സമാധാനപരമായ അന്തരീക്ഷം തകർക്കുമെന്ന നിലപാടാണ് സഭയ്ക്കുള്ളത്.
കക്ഷികൾക്ക് സർക്കാർ ഈ കണക്കുകൾ നൽകരുതെന്ന സഭയുടെ ആവശ്യം കോടതി അംഗീകരിക്കുകയും ചെയ്തു. പ്രശ്നങ്ങൾ സങ്കീർണമാക്കാനല്ല, സമാധാനപരമായ പരിഹാരമാണ് ഉദ്ദേശിക്കുന്നതെന്ന കോടതി നിരീക്ഷണത്തിൽ കാര്യങ്ങൾ വ്യക്തമാണ്. 6 പള്ളികളുടെ കോടതിയലക്ഷ്യ ഹർജി മാത്രമാണ് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. കോടതിയലക്ഷ്യ കേസിന്റെ പരിധിക്ക് പുറത്തേക്ക് വിഷയം കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന സുപ്രീം കോടതി നിരീക്ഷണം മലങ്കര സഭയിൽ ശാശ്വത സമാധാനത്തിനിടവരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സഭയുടെ മാധ്യമ വിഭാഗം തലവൻ അഭിവന്യ ഡോക്ടർ യൂഹാനോൻ മാർ ദിയസ്കോറോസ് മെത്രാപ്പൊലീത്ത പ്രതികരിച്ചു. മലങ്കര സഭയുടെ ബോംബെ ഭദ്രാസനാധിപൻ അഭിവന്യ ഗീവർഗീസ് മാർ കൂറിലോസ് മെത്രാപ്പൊലീത്ത നാസിക്കിൽ മദർ തെരേസ മിഷണറീസ് ഓഫ് ചാരിറ്റി സന്ദർശിച്ച് അവരോടൊപ്പം സമയം ചിലവഴിക്കുകയും ചാപ്പലിലെ പ്രാർത്ഥനകളിൽ പങ്കുചേരുകയും ചെയ്തു. വിത്തുകൾക്ക് വേണ്ടിയുള്ള പരിശുദ്ധ ദൈവമാതാവിൻ്റെ പെരുന്നാൾ ജനുവരി 15 പരിശുദ്ധ സഭ ഭക്തിപുരസ്സരം ആചരിച്ചു. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പൊലീത്തയും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷനുമായ പരിശുദ്ധ ബെസിലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വവും അഭിവന്യ പിതാക്കന്മാർ സഹകാർമ്മികത്വവും വഹിച്ചു. വേദശാസ്ത്രത്തിൽ വടവാതൂർ പൗരസ്ത്യ വിദ്യാപീഠത്തിൽ നിന്നും PhD നേടിയ വന്യ ഗീവർഗീസ് എബ്രഹാം അച്ഛനും കോട്ടയം ചെറിയപള്ളി ഓർത്തഡോക്സ് മഹാ ഇടവകയുടെ പ്രഥമ മരിയൻ അവാർഡ് വിദ്യാഭ്യാസ രംഗത്തെ സംഭാവനകളെ മുൻനിർത്തി ലഭിച്ച ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസിനും പരുമല സെമിനാരി മാനേജരുടെ ചുമതലകളിലേക്ക് നിയമിതനായ ഫാദർ എൽദോസ് ഏലിയാസിനും മലങ്കര സഭാതലത്തിൽ നടന്ന സൺഡേ സ്കൂൾ മത്സരത്തിൽ മികച്ച ഗായകനുള്ള ഗാനസുഗന്ധി അവാർഡ് കരസ്ഥമാക്കിയ സ്റ്റീവ് സന്തോഷിനും ഈ വർഷത്തെ മലങ്കര ഓർത്തഡോക്സ് സിറിയൻ സൺഡേ സ്കൂൾ പ്രതിഭാ മത്സരത്തിൽ സൺഡേ സ്കൂൾ പ്രവീൺ അവാർഡിന് അർഹയായ കുമാരി എഞ്ചലിയ മരിയ മാത്യുവിനും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിംഗ് അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. ഇതോടെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.